ഹലോ, ഇന്ന് ആശ് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ആദ്യം നമ്മൾ 2 മുട്ട എടുക്കുന്നു. സ്റ്റവ് കത്തിക്കണം. അതെ, പാൻ ചൂടാവുന്ന സമയത്ത് നമ്മൾ 2 മുട്ട എടുക്കുന്നു. സോ ബേസിക്കലി നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബർഗർ സെറ്റപ്പ്. ബർഗർ ഒന്നും പറയാൻ പറ്റില്ല, ബർഗറിനോട് കണക്കേടാ. എന്നാലും രാവിലെ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നമ്മൾ ഈസി റെസിപ്പി. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം എനിക്കില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിക്കാനാണ്. സോ കാരണം നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതാണ് അതിന് മെയിൻ കാരണം. അത് നമ്മുടെയും കൂടെ പ്രശ്നം, അത് വേറെ കാര്യം. ബേസിക്കലി അതിന് എളുപ്പമാക്കാൻ വേണ്ടി, അതായത് ഒരു 5 മിനിറ്റിലോ അല്ലെ 10 മിനിറ്റിലോ നിങ്ങൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ് ഞാനിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മളൊരു 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേക്കറികളിൽ നിന്ന് ബണ്ണ് കിട്ടും. സോ ഞാനൊരു പാക്കറ്റ് ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഒരു മിനിറ്റ്, ഈ 2 മണി ഒറ്റ എനിക്ക് നടക്കത്തില്ല. ഇതൊന്ന് തീർത്തണം. പക്ഷെ നമ്മൾ കുറച്ച് ബട്ടർ നമ്മളതിനെ സെറ്റ് ചെയ്യാം. ബട്ടർ എപ്പോഴും ഇടുമ്പോൾ നമ്മൾ തീ കുറച്ച് ഇടാവുള്ളൂ. നമ്മളെ കൂട്ടിട്ടോ കരിയും. അല്ലേ? നമുക്ക് ചെറിയാണല്ലോ. താങ്ക് യു. ഓക്കെ, സോ ബട്ടർ ഇതിലുള്ള കുട്ട. സോ നമുക്കൊരു 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ഈ സാധാരണ ബണ്ണ്. നല്ല സോഫ്റ്റ് ബണ്ണായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് പരിപാടികൾക്ക്. ഞാനിതാ പ്രിഫർ ചെയ്യണേ. സോ അതേപോലെ തന്നെ പിന്നെ നമ്മുടെ 2 മുട്ട മതി. ഇനിയും പിന്നെ സവാളയും നിങ്ങൾക്ക് ഡെക്കറേഷന് ലെഗ്യൂസും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ രാവിലെ സമയം ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും. സോ അത് കാരണം പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ്. നേരെ മുട്ടയ്ക്കകത്ത് നിങ്ങൾക്ക് വേണ്ട പൊടികൾ. ഇപ്പം ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സും ഓർഗാനോ. സോ അതായിരിക്കും എനിക്ക് പെട്ടെന്ന് പരിപാടികൾ സെറ്റാക്കാൻ പറ്റുന്നത്. ചില്ലി ഫ്ലേക്സ് തീർന്നു, അതാണ് നമുക്ക് 2 ഓർഗാനോ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലേക്സ് തീർന്നു, അത് കാരണം നമ്മൾ ഓർഗാനോ വെച്ച് നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓർഗാനോ വെക്കും, ഇത് മാത്രമേ നമ്മൾ അതിനകത്ത് ഇടുന്നുള്ളൂ. ശരിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പെപ്പർ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. പണ്ടോ ഞാൻ പെപ്പറിന്റെ കുക്കിംഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു പേരിന് ഒരു സ്പൈസിക്ക് വേണ്ടി മാത്രം. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പെട്ടെന്നുള്ളൊരു ഈസി റെസിപ്പിയാണ്. ഇതിനെ വലിയ കംപ്ലൈന്റ് കാര്യങ്ങൾ പറഞ്ഞോണ്ട് വരണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ടൊന്ന് അടിച്ചുടച്ച് വെച്ചേക്കുക. ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി സോസ് ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണോ പറഞ്ഞത്? ഞാനേ വട്ടത്തിൽ വെച്ചാണ് ഇപ്പം. അപ്പൊ ഈ ചിക്കൻ സോസ് വെച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും, എന്താ പറയുന്നത്, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു വെച്ചിട്ടില്ല വൈറ്റ് പോകാൻ. നമ്മൾ ശരിക്കും ഈ സാധനം വളരെ പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടിയുള്ളൊരു ഇതിനു വേണ്ടി സെറ്റാക്കുന്നത്. കാരണം രാവിലെ നമുക്ക് ആർക്കും സമയം ഉണ്ടാവില്ല, രാവിലെ ജോലിക്ക് കൊണ്ടുവരാം, കോളേജിൽ കൊണ്ടുവരത്തോ. അപ്പം പെട്ടെന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഈ ഒരു സെറ്റപ്പാണ്. 5 മിനിറ്റ് കാര്യമുള്ളൂ. മുട്ടയെങ്കിൽ മുട്ട, അല്ലെന്നുണ്ടെങ്കിൽ സോസേജ് എങ്കിൽ സോസേജ്. ബണ്ണ് നമുക്ക് എപ്പോഴും ആകെ എന്തോ 3 ഞാൻ ഇന്നലെ വാങ്ങിച്ചതിന് 20 രൂപ ആയിട്ടുള്ളൂ. അപ്പം സംഭവം വളരെ ഈ രാവിലെ നിങ്ങൾ ബാക്കി ഐറ്റംസ് വാങ്ങിക്കുന്നത്. ഇപ്പം വയറ് നിറച്ച് കഴിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ
എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഇപ്പം ഞാനെന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കത്തുള്ളൂ രാവിലെ. അപ്പം അത് കാരണം എനിക്കിതൊക്കെ ധാരാളമാണ്. ഇനി വയറ് നിറച്ച് കഴിക്കുന്നവർക്ക് ഇഡ്ഡലി ദോശ അങ്ങനെ തന്നെ വേണം നിർബന്ധമുള്ളവർക്ക് ഐ എം സോറി, അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം ഓഫീസിൽ, അങ്ങനെ എടുത്തോണ്ട് പോവാം. അതെ, വളരെ ശരിയാ. നേരെ ഒരു ബണ്ണെടുക്കുക. മതിയുള്ള ബണ്ണ്. പിന്നെ അങ്ങനെ അകത്തൊന്ന് കണ്ടിക്കുക പറയാൻ പറ്റില്ല, അറക്കുക. അതാ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ഇത് ഫ്രൂട്ട് ബണ്ണാണ്, മറ്റേ ഫ്രൂട്ട്സിന്റെ കണ്ടോ ഈ സാധനങ്ങളൊക്കെ കിടക്കണേ. അതിന്റെ പേര് ഒന്നും അറിയില്ല എനിക്ക്. അപ്പം സോസേജിന് അധികം ടൈം വേണ്ടല്ലോ. ഇതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, അതായത് സോസേജിന്റെ ജ്യൂസും ബട്ടറിന്റെ ജ്യൂസും ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നേരെ എടുക്കുന്നു. നല്ല ചൂടാട്ടാ. ഇപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എനിക്ക് വിശക്കുന്നതുകൊണ്ടും ഞാൻ തീ ഇച്ചിരി കൂട്ടി വെച്ചത്. ശരിക്കും ഇത് തീ കുറച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പരിപാടി വളരെ സുഗമമായിരിക്കും. ഇത്രയേ ഉള്ളൂ. മയണൈസ് ഒന്നും ആഡ് ചെയ്യണ്ട. ഇനി നിങ്ങളുടെ കയ്യിൽ മയണൈസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ ഇച്ചിരി ടേസ്റ്റ് കൂടും. ഇനി എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതൊന്ന്. സോ എൻ്റെ ഫേവറേറ്റ് ജലപ്പീനോസ് ആണ്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ജലപ്പീനോ ആയിരിക്കും. അപ്പം ഇച്ചിരി ജലപ്പീനോ മതി, നമുക്ക് സെറ്റാണ്. സോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, എന്ത് പറയുന്നു? അടിപൊളിയാണ്.